നാം ഇന്ന് അനുഭവിക്കുന്ന ഈ നമ്മുടെ സമയവുമായി ബന്ധപ്പെട്ട വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹദീസ്. സയഅതി സമാനുൻ അലന്നാസ്, ഒരു കാലം വരുന്നുണ്ട്, സമൂഹം കാണാൻ പോകുന്ന ഒരു കാലം. ആ കാലത്തിന്റെ പ്രത്യേകത യതഖാറബു ഫീഹി സമാൻ, സമയങ്ങളൊക്കെ പരസ്പരം അടുത്തടുത്ത് വരും. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? സമയങ്ങൾ അടുത്തടുത്ത് വരും. ഫതകൂനു സനതു കശ്ശഹർ വയകൂനു ശഹറു കൽ ജുമുഅ ഫതകൂനുൽ ജുമുഅതു കൽ യൗം വയകൂനുൽ യൗമു കസ്സഅ ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ. സങ്കീർണമായ ഒരു ഹദീസല്ല, ആർക്കും മനസ്സിലാക്കാൻ പറ്റും. സമയങ്ങൾ അടുത്തടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഫതകൂനു സനതു കശ്ശഹർ, ഒരു കൊല്ലം ഒരു മാസം തീർന്നു പോകുന്നത് പോലെ അവസാനിച്ചു പോകും. വയകൂനു ശഹറു കൽ ജുമുഅ, ഒരു മാസം ഒരു ആഴ്ച അവസാനിച്ചു പോകുന്ന അത്രയും വേഗതയിലും കലാശിക്കും. ഫതകൂനുൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ചയോ ഒരു ദിവസം എന്ന പോലെ പെടുന്നനെ തീർന്നു പോകും. വയകൂനുൽ യൗമു കസ്സഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും തീർന്നു പോകും. ഫതകൂനു സഅതു കതർഫത്തിൽ ഐൻ, ഒരു മണിക്കൂറാണെങ്കിൽ അത് കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും പെടുന്നനെയും അവസാനിച്ചു പോകുമെന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഇവിടെ ഇരുന്ന് ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. കൊല്ലത്തിൽ എത്ര മാസം എന്ന് ചോദിച്ചാൽ എന്നും 12 അന്നും ഇന്നും. ദിവസം 165. മാസത്തിലെ ദിവസത്തിനോ ആഴ്ചയിലെ ദിവസത്തിനോ ദിവസത്തിലെ മണിക്കൂറിനോ മണിക്കൂറിലെ മിനിറ്റുകൾക്കോ മിനിറ്റിലെ സെക്കൻഡുകൾക്കോ ഒരു കുറവും ഇല്ല. പക്ഷേ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ അനുഭവമാണ് അതിവേഗതയിലാണ് സമയം പോകുന്നത്. വെള്ളിയോട് വെള്ളിയാവുന്നത്, മാസത്തോട് മാസമാവുന്നത്, 1-ാം തീയതിയോട് 1-ാം തീയതി ആവുന്നത്. ഒരുപക്ഷെ ഡിസംബർ 31 കഴിഞ്ഞിട്ട് ജനുവരി 1 അല്ലെങ്കിൽ നവവർഷം, പുതുവർഷം, ന്യൂ ഇയർ, അത് അനുഭവിച്ചതും അതിൽ പങ്കെടുത്തതുമൊക്കെ നമ്മുടെ ഇന്നലെ എന്ന പോലെയാണ്. പക്ഷെ ഇന്ന് മാസം 5, ഒരു കൊല്ലത്തിന്റെ പകുതിയോളമായിരിക്കുന്നു. നമ്മുടെ ആയുസിന്റെ നല്ലൊരു ശതമാനം തീർന്നിരിക്കുന്നു. അപ്പൊ കേവലം ഞാൻ ആയുസ് തീർന്ന കഥ മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് എങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ പറ്റി? ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ 4 ആള് കൂടിയാൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ഒരു വിഷയം ഒരുപക്ഷെ ഇതായിരിക്കാം. ജനിച്ചാൽ മരിക്കുമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മറ്റൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതായിരിക്കും. സമയം പെട്ടെന്നാണ് പോകുന്നത്. വാട്സാപ്പിലെ സ്റ്റാറ്റസുകളും നാം പോസ്റ്റ് ചെയ്യുന്ന കുറിപ്പുകളും ഒക്കെ, വീട്ടിലെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആലോചിച്ച് നോക്കൂ. 5-ാം ജന്മദിനം, 10-ാം ബർത്ത്ഡേ, 15-ാം ബർത്ത്ഡേ, എത്ര പെട്ടെന്നാണ്. ഇന്നല്ലാഹ ഖദ സവ്വാലിയൽ അർള മശാരികഹാ വ മഗാരിബഹാ, പ്രവാചകന്റെ വചനങ്ങളാണ്. ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു, അന്ത്യനാൾ വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഈ ദീൻ ശരിയാണ് എന്നുള്ളതിന് അറ്റ് മിനിമം പുണ്യ നബിയുടെ പുലർന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ മാത്രം ഒന്ന് നിരീക്ഷിച്ചാൽ മതി. എങ്ങനെ ഒരാൾക്കിത് പറയാൻ കഴിയുന്നു? എങ്ങനെ ഒരാൾക്കിത് പറയാൻ കഴിയുന്നു? ലാ തഖൂമുസ് സാഅ, ഞാൻ ആമുഖമായി 2-3 ഹദീസും ഒരു ആയത്തും പറയാന്ന് കരുതിയതാണ്. ലാ തഖൂമുസ് സാഅ ഹത്താ യഊദ അർളുൽ അറബി അൻഹാറൻ വ മുറൂജ. പ്രവാചകന്റെ വേറെ ഹദീസ്, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യഊദ അർളുൽ അറബി അൻഹാറൻ വ മുറൂജ, അറേബ്യൻ നാടുകൾ പൂന്തോട്ടങ്ങളും നദികളും സമുദ്രങ്ങളും ഒക്കെയായി മടങ്ങുന്നത് വരെ ഗൗരവത്തിൽ ആലോചിക്കണം. പുണ്യ നബി ഇത് പറയുമ്പോൾ അറേബ്യയിൽ പൂന്തോട്ടങ്ങളില്ല, പാർക്കുകളില്ല, നദികളില്ല, അറിയപ്പെട്ട ജലാശയങ്ങളൊന്നും സാർവത്രികമായി അറേബ്യയിൽ ഒരിടത്തും ഇല്ല. ഒറ്റപ്പെട്ട കഥകളിലേ ഉള്ളൂ.
പക്ഷേ പ്രവാചകൻ പറഞ്ഞു, അന്ത്യനാൾ ആകുമ്പോഴേക്ക് അറേബ്യ മുഴുവനും ഹരിതാപമാകും, കൃഷി നിറയും, തോട്ടങ്ങൾ നിറയും, ജലസേചന പദ്ധതികൾ നിറയും, ഇറിഗേഷൻസ് നിറയും, ഉല്ലാസ കേന്ദ്രങ്ങളും തോടുകളും അരുവികളും പുഴകളും ഒക്കെ കുഴിക്കപ്പെടും. അങ്ങനെ ഒരു കാലം വരാതെ അന്ത്യനാൾ സംഭവിക്കില്ല. ഇന്ന് അറേബ്യയിൽ ഗൾഫിൽ പോയവർക്കറിയാം, നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഏറെ പാർക്കുകൾ അവിടെയാണ്, തടാകങ്ങൾ അവിടെയാണ്, അരുവികൾ അവിടെയാണ്, കിലോമീറ്ററുകൾ കണക്കിന് തോട്ടങ്ങളാണ്. നമ്മുടെ നാട്ടിലേക്ക് ഫ്രൂട്ട്സും പച്ചക്കറിയും ഇറക്കാൻ പോലും വിഭവങ്ങൾ ഇന്നാട്ടിനേക്കാൾ കൂടുതൽ അവിടെ വിളവ് എടുക്കപ്പെടുന്ന രീതിയിലൊക്കെയാണ് അവിടെ കൃഷിയുടെയും എല്ലാം തോട്ടത്തിന്റെയും എല്ലാം പരിവർത്തനങ്ങൾ സംഭവിച്ചത്. ഒരുപക്ഷെ പ്രവാചകൻ ഇത് പറയുന്ന കാലത്ത് അതവർക്ക് മനസ്സിലാക്കാൻ, കേട്ട സഹാബികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. അന്ത്യനാള് വരെ അറേബ്യയിൽ സംഭവിക്കുന്നത് പറയുകയാണ്. ഹജ്ജിന് മുംറക്കും പോയ സഹോദര സഹോദരിമാർ ഉണ്ടാകുമല്ലോ ഒരുപക്ഷെ. മദീനയിലെ മസ്ജിദുൻ നബവി, അൽ മസ്ജിദുൻ നബവി, ഇന്ന് ലോകത്തെ ഏറ്റവും മനോഹരമായ കെട്ടിടം, ലോകത്തെ ഏറ്റവും മനോഹരമായ രമ്യഹർമ്മങ്ങളിലൊന്ന്, സൗധങ്ങളിലൊന്ന്, അക്ഷരാർത്ഥത്തിൽ വെള്ളക്കൊട്ടാരമായി മാറിയ മനോഹരമായ കെട്ടിടം. പക്ഷേ നബിയുടെ കാലത്തത് എങ്ങനെയായിരുന്നു? ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയായി മേഞ്ഞ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ ഒരു കേവലം ഒരു കെട്ടിടം, ഒരു കൂര. അതിലിരുന്നു കൊണ്ട് പുണ്യ നബി പറഞ്ഞൊരു ഹദീസുണ്ട്, എന്റെ ഈ വെള്ളക്കൊട്ടാരം നോക്കിയിട്ട് ദജ്ജാല് ചോദിക്കും, എന്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാല് ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? ഇതൊന്നും ഒരു കേവലം കെട്ടുകഥയല്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വൃത്തി എന്ന് പറയുന്നത് അതിന്റെ ചരിത്രപരതയാണ്, അതിന്റെ സത്യസന്ധതയാണ്. നാം ഇത് 2025 ജീവിക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു 14 നൂറ്റാണ്ട് പിറകിൽ ക്രിസ്തബ്ദം 571 ഏപ്രിൽ മാസം 21 ആമിനയുടെ മകനായി അബ്ദുള്ളയുടെ പുത്രനായി മുഹമ്മദ് ജനിക്കുന്നത്. 571 ഏപ്രിൽ മാസം 21 630 ജൂൺ 8 അല്ലെങ്കിൽ ആഗസ്റ്റ് 10 632 അള്ളാഹുവിന്റെ പ്രവാചകർ വഫാത്താവുന്നത്. 622 ജൂലൈ 19 മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. ഇതൊക്കെ ചരിത്രമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ജീവിതമാണ്, ബയോഗ്രഫിയാണ്. ഇപ്പോ ഈ CE അല്ലെങ്കിൽ AD 570-571 കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് എത്ര സാങ്കേതികമായി അപരിഷ്കൃതരായിട്ടുള്ള ഉപായങ്ങളൊക്കെ നമ്മളെക്കാൾ ഒരുപാട് പിറകിലായിരിക്കും അവർ. ആ കാലഘട്ടത്തിലാണ് പറയുന്നത്, എൻ്റെ ഈ വെള്ളക്കൊട്ടാരം, എൻ്റെ ഈ മസ്ജിദ് നോക്കിയിട്ടത് ദജ്ജാലി ചോദിക്കും, ആരതാണ് ഈ വെള്ളക്കൊട്ടാരം? അന്നത് വെള്ളക്കൊട്ടാരമല്ല, അന്നത് കേവലം ഒരു കുടിലാണ്, ഒരു കൂരയാണ്. ചെളി കൊണ്ട് ചെളിക്കട്ട അട്ടിക്ക് വെച്ച ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, അന്നത്തെ മോഡൽ. ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയാക്കി, ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കിയ, നിലം മുഴുവനും ശക്തമായി വെയിലറിച്ചാൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പ്, മടമ്പുംകാല് കുത്തി നിൽക്കാൻ പോലും പറ്റാത്ത വിധം തപോഗ്രമായ മണൽപ്പരപ്പ്. മഴ പെയ്താലോ ചോർന്നൊലിക്കുകയും ചെയ്യും.
ആ ഒരു ഓലമേഞ്ഞ കൂരയിലിരുന്നു കൊണ്ടാണ് നബി പറയുന്നത്, കുറെ കാലം കഴിഞ്ഞാൽ എന്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദ, ആരതാണ് കേട്ടോ ഈ വെള്ളക്കൊട്ടാരം? എന്തൊരു ധൈര്യം വേണം അത് പറയാൻ. 1400 കൊല്ലത്തിന് ഇപ്പുറത്ത് വെച്ച് നാം ഈ ഹദീസ് വിശകലനം ചെയ്യുമ്പോ ഇന്ന് അക്ഷരാർത്ഥത്തിൽ അത് വെള്ളക്കൊട്ടാരമായി. രണ്ട് കാര്യമാണ് അവിടെയുള്ളത്. ഒന്ന്, ഇത് കാണാത്ത കാലത്ത് തന്നെ സ്വഹാബികൾ അത് വിശ്വസിച്ചു. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. കുറെ കാലം കഴിഞ്ഞാൽ എന്റെ ഈ പള്ളി വെള്ളക്കൊട്ടാരമാകുമെന്ന് പ്രവാചകൻ പറഞ്ഞ ഹദീസ് ഒരു കൂരയുടെ അകത്ത് വെച്ച് പറയുമ്പോ, വെയിലേൽക്കുന്ന മഴ പെയ്താൽ മഴയും കൊള്ളേണ്ടി വരുന്ന ഒരു കൂരയുടെ ഉള്ളിൽ വെച്ച് നബി അത് പറയുമ്പോ സ്വഹാബികൾ ആരും സന്ദേഹം പ്രകടിപ്പിച്ചില്ല. അങ്ങനെയൊക്കെ ആകൂ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ നടക്കാത്തത് പറയുന്നത്, തള്ളിമറിക്കുന്നത്? ഈ കൂര എങ്ങനെ വെള്ളക്കൊട്ടാരമാകാനാണ്? ഇവിടെ തിന്നാൻ പോലും വകയില്ല, ഉപരോധമാണ്. അണിയാനും ഉടുക്കാനും മാനം മര്യാദക്ക് വസ്ത്രമില്ല, യുദ്ധം ചെയ്യാൻ ആയുധമില്ല, നല്ല വാഹനമില്ല, നിലത്ത് വിരിക്കാൻ ഒരു വിരി പോലും ഇല്ല. അങ്ങനെയുള്ള ഈ പള്ളി നിങ്ങൾ എന്താ ഈ പറയുന്നത്, കുറെ കാലം കഴിഞ്ഞാൽ കൊട്ടാരമാകുമെന്നോ എന്ന് ഒരു സഹാബിയും ചോദിച്ചില്ല. കാരണം അൽ ഇസ്ലാമു, എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെ അപ്പടി വിശ്വസിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാവട്ടെ നിരക്കാത്തതാവട്ടെ, അനുഭവിക്കാൻ പറ്റിയതാവട്ടെ പറ്റാത്തതാവട്ടെ, നമുക്ക് അനുഭവിക്കാൻ പറ്റിയത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സമ്മതമായത് മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വിശ്വാസം എന്ന് പറയോ? നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും പറ്റാത്ത കാര്യങ്ങൾ ലോകത്തുണ്ട് എന്നതിൻ്റെ അർത്ഥം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പാകതയിലുള്ള ഒരു ബുദ്ധിശക്തി ഇല്ല എന്ന് മാത്രമാണ്. ആ കാര്യം ഇല്ല എന്നുള്ളതല്ല. അപ്പൊ എല്ലാ കാര്യവും, ഏത് വിഷയം എടുത്ത് നോക്കിയാലും ആത്യന്തികമായി അതിന്റെ ഒരു മടക്കം എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമികമായി അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കത് സമ്മതമാണോ അല്ല എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഏതിനും ഒരു നിർവചനം ഉണ്ടാകുമല്ലോ. ഏതൊരു വിഷയത്തിനും, ഒരു പ്രത്യയശാസ്ത്രമാകട്ടെ, ഒരു തിയറി, ലോകത്ത് ഏതൊരു സിദ്ധാന്താണെങ്കിലും അതിനൊരു നിർവചനം ഉണ്ടാകും. ഇസ്ലാമിന്റെ നിർവചനം ഇതാണ്, തസ്ദീഖ് ബിമാ ജാഅ ബിഹി നബി, നബി പറഞ്ഞതിനെ വിശ്വസിക്കുക. അത് ശരിയായിരിക്കും. പിൽക്കാലം അത് കാണുന്നു, പക്ഷെ കാണാതെ അവർ വിശ്വസിച്ചു. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, വലിയ ഒരു വിശേഷമുള്ള ആയത്തൊന്നുമല്ല കേട്ടാൽ, പക്ഷെ ഒരു കൗതുകമുണ്ട്. സൂറത്തു ദുഖാൻ, കം തറകൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ വ സുറൂഇൻ വ മഖാമിൻ കരീം വ നഅമത്തിൻ കാനൂ ഫീഹാ ഫാഖിഹീൻ കദാലിക വ ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദരീൻ. ഇസ്ലാമിനെ കൃത്യമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വേറൊരു വിഷയവും അയാൾക്ക് രസം ഉണ്ടാകില്ല, ഹര ഉണ്ടാവില്ല. ഇത് മാത്രമാകും രസം. കാരണം അത്രക്ക് ഭംഗിയുണ്ട് ഇതിന്റെ ഒരു ആന്തരികാർത്ഥങ്ങൾ. ലോകത്തെ വലിയ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടനായ നീചനായ ഏകാധിപതിയായിരുന്നു റംസീസ് രണ്ടാമൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഓസിമാൻഡിയോസ് എന്ന പേരുകാരനായ ഫിർഔൻ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ പ്രതിയോഗി. ഫിർഔനെ കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതും ഒരു സാങ്കല്പിക കഥാപാത്രമല്ല.
ഇന്നത്തെ ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്നു. റംസീസ് രാജവംശം. അദ്ദേഹം റംസീസ് പരമ്പരയിൽപ്പെട്ട രണ്ടാമൻ. അദ്ദേഹത്തിന്റെ പേര് ഓസിമണ്ടിയോസ്. ഞാനാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു ഭൗതികവാദിയാണ്. മൂസ അലൈഹിസ്സലാം കണ്ണുകൊണ്ട് കാണാത്തൊരു അള്ളാഹുവിനെ അല്ലേ പരിചയപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തിനാണ് കണ്ണുകൊണ്ട് കാണാത്തൊരു അള്ളാഹുവിനെ ആരാധിക്കുന്നത്? കണ്ണുകൊണ്ട് കാണുന്ന ഞാനില്ലേ ഇവിടെ? ഇതാണ് ഫിറഔന്റെ വാദം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരുന്നില്ലേ? ജീവിക്കാൻ ആവശ്യമായതൊക്കെ, ഭക്ഷണം തരുന്നു, പാർപ്പിടം തരുന്നു, ആനുകൂല്യങ്ങൾ തരുന്നു. പിന്നെ എന്തിനാണ് അനുഭവിക്കാൻ പറ്റുന്ന ഞാനുണ്ടായിരിക്കെ അനുഭവിക്കാൻ പറ്റാത്ത മറ്റൊരു ദൈവം? ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത്രയും വലിയ അഹംഭാവിയും ധിക്കാരിയും ഒക്കെയായിരുന്ന ഫിർഔൻ ഒടുവിൽ, ഞാൻ ആ കഥ പറയുകയല്ല, റെഡ് സീ അല്ലേ, എന്താണ്, ചെങ്കടലിൽ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം ഉണർത്തിക്കൊണ്ട് ഖുർആൻ ഒരു പരാമർശം നടത്തി. കടലിൽ മുങ്ങി നശിച്ച ഫിർഔനെ കുറിച്ച് ഖുർആൻ ഒരു പരാമർശം നടത്തി. എന്താ പരാമർശം? കം തറക്കൂ മിൻ ജന്നാത്തിൻ വ ഉയൂൻ. ഫിർഔനും പരിവാരങ്ങളുമൊക്കെ എന്തുമാത്രം തോട്ടങ്ങളും കൃഷികളും ഒക്കെയാണ് ഇട്ടേച്ച് വിട്ടേച്ച് പോയത് മരിക്കുമ്പോ. എത്ര തോട്ടങ്ങളും അരുവികളുമാണ് ഇട്ടേച്ച് പോയത്. എത്ര കൃഷിയിടങ്ങളും എത്ര ഉന്നതമായ മട്ടുപ്പാവുകളും കൊട്ടാരങ്ങളുമാണ് ഇട്ടേച്ച് പോയത്. അവർ ആർമാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവർ ഇട്ടേച്ച് പോകേണ്ടി വന്നത്. എന്നിട്ട് പിന്നെ ആ ഫിർഔനും സംഘവും പോയതിനു ശേഷം വേറെ ജനതക്ക് നാം അത് കൊടുത്തു. ഇങ്ങനെ ഫിർഔൻ എന്ന് പറയുന്ന വലിയ ചക്രവർത്തി കടലിൽ മുങ്ങി നശിച്ചതിനെ ചൊല്ലി ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാ, ആകാശം കരഞ്ഞില്ല. ഫമാ ബക്കത്ത് അലൈഹിം, അവരെ ചൊല്ലി വിലപിച്ചില്ല, കരഞ്ഞില്ല. അസ്സമാഉ, ആകാശം. വൽ അർദു, ഭൂമിയും കരഞ്ഞില്ല. വമാ കാനൂ മുൻവരീൻ, അവർ തിരിച്ചു വരട്ടെ എന്നാരും കാത്തിരുന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് സാവകാശം ചെയ്യപ്പെട്ടു കൊടുത്തുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതെന്താണ് ഇയാൾ പറയുന്നത്? ഒരാൾ മരിച്ചാൽ ആകാശം കരയില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഭൂമി കരയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ആ പറഞ്ഞതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലായത്, അനുഭവത്തിൽ മനസ്സിലായത് ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എന്താണ് കാര്യം? നമുക്കറിയാം, ഇന്ന് ടൂറിസം വളരെ വികസിച്ച കാലമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആളുകൾ ചറപറ സഞ്ചരിക്കുന്നു. ഈജിപ്തിന്റെ പ്രത്യേകത, നമ്രൂദിന്റെ ഫിറഔനിന്റെ തട്ടകം ഈജിപ്താണ്. ഈജിപ്തിൽ കൂടുതൽ അതിന്റെ ചരിത്രത്തിന്റെ ഭാഗം അവിടെയുള്ള പിരമിഡുകളാണ്. പിരമിഡുകളുടെ പ്രത്യേകത, ഈജിപ്തിലെ പിരമിഡുകളുടെ പ്രത്യേകത, അതിന്റെ അകത്ത് മുൻകാലക്കാരായ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ അവശിഷ്ടങ്ങളും അവശേഷിപ്പുകളും അവരുടെ ഡെഡ് ബോഡീസും ഒക്കെയാണ് ഈ പിരമിഡുകൾക്കുള്ളിൽ ഉള്ളത്. ബോക്സിൽ അടക്കം ചെയ്ത അവരുടെ മമ്മികൾ എന്ന് പറയും. അപ്പൊ ചിലപ്പോഴൊക്കെ ഈ പിരമിഡ് തകരും. കാലപ്പഴക്കം കൊണ്ട് നുരുമ്പിച്ചും ജീർണിച്ചും പൊടിക്കാറ്റടിച്ചും ഒക്കെ അത് തകരും. അപ്പൊ ചിലപ്പോഴൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് മമ്മികളൊക്കെ പുറത്തു വരും, പുറത്തെടുക്കും. ഇപ്പൊ ലോകത്ത് ഇന്ന് നടക്കുന്ന വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായ, ചരിത്ര പഠനത്തിന്റെ ഭാഗമായ, ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമം, ആർക്കിയോളജിസ്റ്റുകൾ ഈ പിരമിഡിന്റെ അകത്ത് നിന്നും മമ്മി പുറത്തെടുത്തിട്ട് അത് പരിശോധിക്കുന്ന കൂട്ടത്തിൽ
കുറെ താളിയോലകൾ ഉണ്ടാകും. താളിയോലകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അതേപോലെ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അന്ന് ഈ താളിയോലയിലാണ് എഴുതുക. എല്ലിന്റെ പുറത്ത് എല്ലുമ്മലും കല്ലുമ്മലും താളിയോലയൊക്കെയാണ് എഴുതാറുള്ളത്. അപ്പൊ ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന താളിയോലകളുടെ ഭാഷ ഇന്നത്തെ ഭാഷയായിരിക്കില്ല. 3000-4000 കൊല്ലം മുമ്പുള്ള ലിപികളാണ്. അപ്പൊ അതിനെ ഇന്നത്തെ ഭാഷയിലേക്ക് വായിക്കുക എന്നുള്ള ശ്രമകരമായൊരു ജോലി, വളരെ അധ്വാനം നിറഞ്ഞ ജോലിയാണ്. അത് ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈജിപ്തിലെ ഈ താളിയോലയിൽ ആലേഖനം ചെയ്യപ്പെട്ട ലിപികളുടെ ഭാഷ ഹീറോഗ്ലിഫിക് ലാംഗ്വേജ് കുടുംബത്തിൽ വരുന്ന ഭാഷ. ജസ്റ്റ് അത് ഗൂഗിൾ ചെയ്താലൊക്കെ മനസ്സിലാവും. കുറെ ചിഹ്നങ്ങളായിരിക്കും, ചതുരം, ത്രികോണം, വൃത്തം, അതിൻ്റെ ഉള്ളിൽ കുറെ കുത്ത്, കുറി, കോമ. അപ്പൊ അത് ഒരുപാട് ഇന്റർമീഡിയറ്റ് ലാംഗ്വേജുകളിലേക്ക് മാറ്റി ഇന്നത്തെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരണം. കൂട്ടത്തിൽ ഒരു താളിയോല വായിക്കപ്പെട്ടു. ആ താളിയോല 2017 വായിക്കപ്പെട്ടത്. 2017 ഇപ്പോൾ രാവറ്റ ആൾക്കാരെ പേരിനൊന്നും പ്രസക്തിയില്ല. അത് വായിച്ചു നോക്കുമ്പോൾ അതിലെന്താ ഉള്ളത്? ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതിയായി പാടി. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഇത്തരം താളിയോലയിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന ശ്ലോകങ്ങൾ എന്താണ് എന്ന് മുഴുവനും റെക്കോർഡായി ഇന്ന് വായിക്കാൻ കിട്ടും. പിരമിഡ് അട്രൻസ് എന്ന ജസ്റ്റ് ഒരുപാട് സൈറ്റുകളുണ്ട്. അട്രൻസ് എന്ന് പറഞ്ഞ ഉദ്ധരണികൾ, ശ്ലോകങ്ങൾ, മൊഴികൾ. ഈ പിരമിഡിൽ രേഖപ്പെടുത്തപ്പെട്ട മൊഴികൾ, ആ കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്നതും കാണാം. പിരമിഡ് അട്രൻസ് 1365 വേഴ്സ് നമ്പർ 553. എന്താ അറിയോ? ഈജിപ്തിലെ ഭരണാധികാരിയായ റംസീസ് രണ്ടാമനോട് കൊട്ടാരത്തിലെ കവികൾ മുഖസ്തുതി പറഞ്ഞു. അന്നൊക്കെ കൊട്ടാരത്തിൽ, ഇന്നും അറിയാലോ, കൊട്ടാരത്തിൽ രാജാവിന്റെ മുഖസ്തുതി പറഞ്ഞ് അവരെ സുഖിപ്പിച്ച് പൊന്നും പൊട്ടും പവിഴവും സ്ഥാനവും ഒക്കെ ആയി പോകുന്ന കൊട്ടാര വിദൂഷകന്മാർ, അതേപോലെ കവികളൊക്കെ ഉണ്ടാകും. ഈ കൊട്ടാര കവികൾ ഫിറഔനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ആകാശം കരയും. നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ഭൂമിയും കരയും. പിരമിഡ് അട്രൻസ് 1365 വേഴ്സ് നമ്പർ 553. എന്താ? The sky will weep for thee, the earth will tremble for thee, the most awaited one. ഇതാണ് ആ ശ്ലോകം. ഇതിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. The sky will weep for thee, ആകാശം താങ്കൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും. The earth will tremble for thee, ഭൂമി നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞു വിറക്കും. The most awaited one, മരണപ്പെട്ടാലും തിരിച്ചു വരുമെന്ന് മറ്റുള്ളവരാൽ പ്രതീക്ഷിക്കപ്പെടുന്നവരിൽ ഒന്നാമനെ. നമ്മളെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ മരണപ്പെട്ടാൽ പത്രക്കാരൊക്കെ ചിലപ്പോൾ സെൻസേഷണൽ സ്റ്റോറി എഴുതൂലേ? ശ്മശാനമുഖമായിരുന്നു, ഇരുണ്ട അന്തരീക്ഷമായിരുന്നു, ഇല പോലും അനങ്ങിയില്ല. മെറ്റഫറിക്കലി പറയല്ലോ, ആലങ്കാരികമായി. അതേപോലെ ഒരു കാര്യമാണ് കവികൾ പറഞ്ഞത്. നിങ്ങൾ മരിച്ചാൽ ആകാശം കരയും. കാരണം നിങ്ങളുടെ നഷ്ടം ഈ ലോകത്തിന്റെ നഷ്ടമാണ്, പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നഷ്ടമാണ്. അപ്പൊ ആകാശം തന്നെ കരയും. നിങ്ങൾ മരണപ്പെട്ടാൽ ഭൂമിയും കരയും. കാരണം നിങ്ങളെപ്പോലെ ഒരാൾ ഭൂമിയിൽ ഇല്ലല്ലോ. അത്രയും പ്രധാനിയല്ലേ, നേതാവല്ലേ. നിങ്ങൾ മരിച്ചാൽ ആൾക്കാർ കാത്തിരിക്കും, നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. ഇതാണ് മുഖസ്തുതിയായി പാടിയത്. ഇങ്ങനെ ഫിർഔന്റെ മുഖത്ത് നോക്കി ഫിർഔന്റെ കൊട്ടാര കവികൾ പാടിയിരുന്നു എന്ന് 2017 മുമ്പ് ലോകർക്കറിയില്ലായിരുന്നു. നമ്മുടെ കാലത്താണ് ഇത് പുറത്തു വന്നത്. ഇത് BC-യിലാണ് എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ മുമ്പാണ് ഈ
താളിയോലയിലൊക്കെ ഇത് എഴുതപ്പെട്ടത്. പക്ഷെ ഇതൊന്നും അറിയാതെ മദീനയിൽ വിശുദ്ധ ഖുർആനുമായി വന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഫിർഔനിന്റെ തകർച്ചയും മരണവും പരാമർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ ഖുർആൻ പറയുകയാണ് ഫമാ ബഖത് അലൈഹിമുസ് സമാ. ഫിർഔൻ മരിച്ചാൽ ആകാശം കരയുമെന്നാണ് 3000 കൊല്ലം മുമ്പ് കവികൾ പറഞ്ഞത്. പക്ഷേ ഫമാ ബഖത് അലൈഹിമുസ് സമാ, ഫിർഔൻ നശിച്ചപ്പോൾ ആകാശം അറിഞ്ഞതേ ഭാവിച്ചില്ല, ഒരു തുള്ളി പോലും കരഞ്ഞില്ല. വൽ അർളു, ഫിർഔൻ മരിച്ചാൽ ഭൂമിയും കരയും എന്നാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കവികൾ പറഞ്ഞത്. പക്ഷേ വൽ അർളു, ഭൂമിയും കരഞ്ഞില്ല, ഭൂമിയും വർച്ചില്ല. നേരെ ചൊവ്വയാണ്. The sky will be for thee, കവി. ഫമാ ബഖത് അലൈഹിമുസ് സമാ, അല്ലാഹ്. The earth will tremble for thee, കവി. വൽ അർളു, ഖുർആൻ. The most awaited one, കവി. ഫമാ കാനു മുൻദരീൻ, ആരും അവരെ കാത്തിരുന്നില്ല, വിശുദ്ധ ഖുർആൻ.